തിരുവനന്തപുരത്ത് ഫുട്പാത്തിൽ കാറിടിച്ചു കയറി അപകടം. ജനറൽ ആശുപത്രിക്ക് സമീപത്താണ് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. വാഹനം ഓടിച്ചത് വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു. SP ശ്രീനന്ദ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീനന്ദ, എപ്പോഴാണ് അപകടം ഉണ്ടായത്? പരിക്കേറ്റവരുടെ നില എങ്ങനെ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ചാക്കയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലോട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കാറാണ് അമിത വേഗതയിൽ വന്ന കാറ്. ഈ ഫുട്പാത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇടിച്ച് കയറി ഇങ്ങോട്ട് വരികയായിരുന്നു. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുൻവശമാണ് ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഓട്ടോ ഡ്രൈവർമാർ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. ആ ഓട്ടോ ഡ്രൈവർമാരായ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മൊത്തം 5 പേർക്കാണ് പരിക്കുകൾ ഏറ്റിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 2 കാൽനട യാത്രക്കാർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്നുള്ള വിവരം നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. സുരൻ, ഷാഫി, കുമാർ എന്നിവരാണ് ഓട്ടോ ഡ്രൈവർമാർ. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് RTO കുറച്ച് മുൻപ് പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു വാഹനം ഓടിച്ച വ്യക്തിയുടെ പേര് വട്ടിയൂർക്കാവ് സ്വദേശിയായ വിഷ്ണുദാസ് എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് ഡ്രൈവിങ്ങിൽ വലിയ പരിജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയാണ്. ആ ഒരു കാരണം കൊണ്ടാകാം ഈ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ഈ ഒരു അപകട കാരണം. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്. എന്തായാലും 2 കാൽനട യാത്രക്കാർക്ക് നല്ല പരിക്കുകളാണ് ഏറ്റിരിക്കുന്നത്. അവർ ആരൊക്കെയാണെന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇവരെ എല്ലാവരും തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ 5 പേരും എന്താകും അവരുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ ഒരു 2 വ്യക്തികളാണ് കാറിലുണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവർക്ക് പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.